എങ്ങനെയാണ് യോഗ നമുക്ക് ഈ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് നോക്കാം. യഥാർത്ഥത്തിൽ യോഗയുടെ അർത്ഥം തന്നെ മനസ്സിൻ്റെയും ബോഡിയുടെയും ഉള്ള സംയോജനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സും ബോഡിയും സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഈശ്വരനിലേക്കുള്ള പ്രയാണം, അതായത് അവസാനം ആത്മീയതയിലേക്കുള്ള സംയോജനം. അപ്പോൾ മനസ്സും ശരീരവും കൂടെ ബാലൻസിൽ വന്നെങ്കിൽ മാത്രമേ ആത്മീയത ഉണർത്തുവാനും ആത്മീയതയിലേക്ക് പോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ ബെനിഫിറ്റാണ്. യോഗാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആസനങ്ങൾ, പ്രാണായാമങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ യഥാർത്ഥത്തിൽ കിട്ടുന്ന ബെനിഫിറ്റ് ഹോർമോൺസിനെ ഇത് ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഉമിനീര് പോലെ, ഇപ്പോൾ ബാഹ്യമായിട്ടുള്ള ഒരു സെക്രേഷനാണ് ഉമിനീര്, അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള നമുക്ക് കുറേ ദ്രവകങ്ങളുണ്ട്, അവയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ഏതാണ്ട് 10, 12, 14 തരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്രീഷൻസ് ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റ് ആകുകയുള്ളൂ, ശരീരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രതിരോധ ശക്തി വളരുകയും ചെയ്യുള്ളൂ.